യാഗല്ലാതില്ലൊരു ദൈവം, ഭൂവിൽ യാഗമായി തീർന്നൊരു ദൈവം. യാഗല്ലാതില്ലൊരു ദൈവം, ഭൂവിൽ യാഗമായി തീർന്നൊരു ദൈവം. യാചന കേട്ടെന്റെ ആകുലം തീർത്തൊരു യാഗേ, നീയാണെൻ ദൈവം. യാചന കേട്ടെന്റെ ആകുലം തീർത്തൊരു യാഗേ, നീയാണെൻ ദൈവം. യാഗല്ലാതില്ലൊരു ദൈവം, ഭൂവിൽ യാഗമായി തീർന്നൊരു ദൈവം. അല്ലലെല്ലാമവനെന്നും അകറ്റും അനുപമ സ്നേഹം ദൈവം. അല്ലലെല്ലാമവനെന്നും അകറ്റും അനുപമ സ്നേഹം ദൈവം. തീരാത്ത വേദനയാലുള്ളുമ്പോൾ തീരത്തണയും യാഗൻ ദൈവം. തീരാത്ത വേദനയാലുള്ളുമ്പോൾ തീരത്തണയും യാഗൻ ദൈവം. യാഗേ നീയാണെൻ ദൈവം, യാഗേ നീയാണെൻ ദൈവം. യാഗല്ലാതില്ലൊരു ദൈവം, ഭൂവിൽ യാഗമായി തീർന്നൊരു ദൈവം. ഈ മരുയാത്രയിലെന്നും നടത്തും ഇടറാത്ത ഇടയരാം ദൈവം. ഈ മരുയാത്രയിലെന്നും നടത്തും ഇടറാത്ത ഇടയരാം ദൈവം. ദൈവശാന്തിയും സ്നേഹവും തന്നെ ദൈവരാജ്യത്തിൽ ചേർത്തിടും ദൈവം. ദൈവശാന്തിയും സ്നേഹവും തന്നെ ദൈവരാജ്യത്തിൽ ചേർത്തിടും ദൈവം. യാഗേ നീയാണെൻ ദൈവം, യാഗേ നീയാണെൻ ദൈവം. യാഗല്ലാതില്ലൊരു ദൈവം, ഭൂവിൽ യാഗമായി തീർന്നൊരു ദൈവം. യാഗല്ലാതില്ലൊരു ദൈവം, ഭൂവിൽ യാഗമായി തീർന്നൊരു ദൈവം. യാചന കേട്ടെന്റെ ആകുലം തീർത്തൊരു യാഗേ, നീയാണെൻ ദൈവം. യാചന കേട്ടെന്റെ ആകുലം തീർത്തൊരു യാഗേ, നീയാണെൻ ദൈവം. യാഗേ നീയാണെൻ ദൈവം, യാഗേ നീയാണെൻ ദൈവം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ തീക്കനൽ എന്ന ഈ പ്രോഗ്രാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം തമ്പുരാൻ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതിന് നേതൃത്വം നൽകുന്ന ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് അവറുകളോടും കുടുംബത്തോടും എല്ലാ വിഭാഗം ജോലിക്കാരോടുമുള്ള നിസ്സീമമായിട്ടുള്ള നന്ദി അറിയിക്കുന്നതോടൊപ്പം ഒരു വിധവ ദേവാലയത്തിൽ സമർപ്പിച്ച കാഴ്ചയെ യേശു കർത്താവ് ഏറ്റവും പ്രകീർത്തിച്ച് പറയുകയാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ
യേശു കർത്താവ് ആ ദേവാലയത്തിൽ അന്നുണ്ട്. യേശു കർത്താവ് കൂടെ പങ്കെടുത്ത ആരാധനയിൽ ആളുകൾ സമർപ്പിക്കുന്നത് യേശു നോക്കിയിരിക്കുകയാണ്. അവൻ തലപൊക്കി ധനവാന്മാർ ഭണ്ഡാരത്തിൽ വഴിപാടിടുന്നത് കണ്ടു. ദരിദ്രയായ ഒരു വിധവ 2 കാശ് ഇടുന്നത് കണ്ടിട്ട് അവൻ, ഈ ദരിദ്രയായ വിധവ എല്ലാവരെക്കാളും അധികം ഇട്ടിരിക്കുന്നുവെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഒന്നുമില്ലാത്ത ദരിദ്രയായിട്ടുള്ള വിധവ, ഒന്ന് ദാരിദ്ര്യമുള്ളവളാണ്, 2 വിധവയാണ്. ഇങ്ങനെ ഒരാളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നതിനെ ഏറ്റവും ഉന്നതമായിട്ടാണ് ദൈവം കാണുന്നത്. നിങ്ങൾ ഏകനാണോ? നിങ്ങൾ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണോ? പണസംബന്ധമായി ഞെരുങ്ങുന്നവരാണോ? ദൈവസന്നിധിയിൽ നിങ്ങളെ തന്നെ ഒന്ന് സമർപ്പിക്കാൻ സാധിച്ചാൽ, എന്നെയും നിങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കാൻ സാധിച്ചാൽ, അത് യേശു കണ്ടാൽ അത് ഇന്നും പ്രസംഗിക്കപ്പെടുന്നു. അന്ന് ആ സ്ത്രീ ചെയ്തത്, യേശു ഉള്ളിടത്ത് അത് ചെയ്തത് യേശുവിനെ കാണിക്കാൻ ചെയ്തതൊന്നുമല്ല. യേശുവിനെ ആരാന്ന് പോലും അവൾക്കറിയത്തില്ല. എന്നാൽ അവിടെ അവളത് ചെയ്യുമ്പോൾ അവളെ ദൈവം അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. ഞാനും നിങ്ങളും ചെയ്യുമ്പോൾ ദൈവം നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത് അനുഗ്രഹങ്ങൾ കൂടിയാണ്. അനുഗ്രഹങ്ങൾ കൂടി അപ്രീഷിയേറ്റ് ചെയ്യുന്ന ദൈവമുണ്ട്. നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവൻ്റെ സന്തതി അപ്പം യാചിക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. കലവറ തുറന്ന് അനുഗ്രഹിക്കാമെന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. അതിനുവേണ്ടി കൊടുക്കാനല്ല ഞാൻ പറയുന്നത്. ഇന്ന് പല കാര്യങ്ങൾക്കും, സാമ്പത്തിക കാര്യങ്ങളിൽ ഇന്ന് പലപ്പോഴും പലരും മാനസികമായി പ്രയാസം അനുഭവപ്പെടുക. കാരണം ദൈവീകമായ പല കാര്യങ്ങൾക്ക് പോലും വിഘാതം സംഭവിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു. അത് സാധിക്കാൻ നമ്മൾക്ക് സാധിക്കണം. നമ്മൾ ഉൾപ്പെട്ട് നിൽക്കുന്ന സമൂഹത്തിന് സാധിക്കണം. കൃത്യമായി ആ കണക്ക് അവിടെ കർത്താവ് പറയുകയാണ്, 2 കാശ്. നീ ദൈവത്തിന് കൊടുക്കുന്നതിന് ദൈവത്തിൻ്റെ പക്കൽ കണക്കുണ്ടെന്ന് ഓർത്തോണം. ദൈവത്തെ നിനക്ക് പറ്റിക്കാനൊക്കെയില്ല. നിൻ്റെ പണം മാത്രമല്ല, നിൻ്റെ സമയം, നിൻ്റെ ആരോഗ്യം, നിൻ്റെ ബുദ്ധി, നിൻ്റെ കഴിവ്, നീ ദൈവത്തിന് വേണ്ടി എത്രമാത്രം പ്രയോജനപ്പെടുത്തുന്നു, അതാണ് ദൈവം നോക്കുന്നത്. ദൈവത്തിന് വേണ്ടിയും ദൈവവകയ്ക്ക് വേണ്ടിയും ദൈവിക ആലോചനകൾക്ക് വേണ്ടിയും നീ എത്രമാത്രം പ്രയോജനപ്പെടുത്തുന്നുവെന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ കാലങ്ങളിൽ എത്രയോ അവസരങ്ങൾ തന്നു, എത്രയോ മണിക്കൂറുകൾ തന്നു. ഈ വയസ്സുവരെയും നിനക്കെന്ത് ദൈവത്തിന് വേണ്ടി ചെയ്യാൻ സാധിച്ചു? നിൻ്റെ കുടുംബത്തിൻ്റെ കാര്യവും നോക്കി, നിൻ്റെ പിള്ളേരുടെ കാര്യവും നോക്കി, നിൻ്റെ കാര്യവും നോക്കി നീ ജീവിക്കുന്ന ഒരവസ്ഥയിലാണെങ്കിൽ ദൈവം നിന്നെ നോക്കുന്നുണ്ട്, വീക്ഷിക്കുന്നുണ്ട്. നിൻ്റെ സമൃദ്ധിയിൽ നിന്ന് വല്ലതും കൊണ്ട് സമർപ്പിക്കുന്നതല്ല സമർപ്പണം. നീ നിന്നെ തന്നെ പൂർണ്ണമായി ഒന്ന് രൂപാന്തരപ്പെടുത്തുമ്പോൾ, ഞാനും എനിക്കുള്ളതിനെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ, നമ്മൾ ദൈവത്തിൻ്റെ വകയാവുമ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നത് ദൈവം നല്ലതേ ചെയ്യിക്കുകയുള്ളൂ. ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് സാധിക്കും. ആർക്കും ചെയ്യാൻ സാധിക്കാത്ത നല്ല കാര്യം ചെയ്യാൻ സാധിക്കും. എത്രയോ ആളുകളാണ് പണസംബന്ധമായി ഞെരുങ്ങുന്നവർ, കടക്കണിയിൽ അനേകര് വീഴുന്നത്, മക്കളെ പഠിപ്പിക്കാൻ ലക്ഷങ്ങളിൽ ലോണെടുത്ത് വിദേശത്ത് അയക്കുന്നവർ, ഇവിടെ പഠിപ്പിക്കാൻ പണമില്ലാത്തവർ, മരുന്നിന് പണമില്ലാത്തവർ, ഭവനമില്ലാത്തവർ, എന്തിന് ആഹാരം ശരിയായില്ലാത്തവർ നമ്മുടെ സാക്ഷര സുന്ദര കേരളത്തിലില്ലേ? ഭാരതത്തിലില്ലേ? ആർക്കിതിനെ മാറ്റിമറിക്കാൻ സാധിക്കും? ദൈവമുള്ള ഒരാൾക്ക് മാത്രമേ അത് മാറ്റിമറിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരു ദൈവസ്നേഹത്തിൽ അത് ചെയ്യുമ്പോഴാണ് ആ ദൈവികമായ കൂട്ടായ്മയുടെ മഹത്വം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ ദൈവികമായ കൂട്ടായ്മയുടെ മഹത്വം മനസ്സിലാക്കുന്നത് നമ്മളെ ദാനധർമ്മം കൊണ്ട് അത് ചെയ്തെടുക്കുവാൻ സാധിക്കണം. ഇവിടെ യഹൂദൻ്റെ നിയമമാണിത്. ആവർത്തന പുസ്തകം 26-ാം അധ്യായത്തിൽ അവൻ പറയുകയാണ്, യഹൂദന് കൊടുത്തിരിക്കുന്ന നിയമമാണ്, നീ ഇത് മറക്കരുത്, നീ ആരായിരുന്നു എന്ന് ഓർക്കണം. ഇത്
നമ്മൾ ആരായിരുന്നു എന്ന് ഓർക്കാതെ നമ്മളെന്തോ ആണ്, എന്തോ ആയി, ഇതെല്ലാം നമ്മുടെ എന്തോ കഴിവുകൊണ്ട് നമ്മൾ നേടി എന്നുള്ളതാണ്. ഇതൊന്നും കൊണ്ടുപോകാൻ പോകുന്നില്ല. ഇതൊന്നും സ്വർഗത്തിലോട്ട് നീ മടങ്ങിപ്പോയാലും നരകത്തിലോട്ട് പോയാലും ഇതൊന്നും കൊണ്ടുപോകാൻ പോകുന്നില്ല. നിങ്ങളെല്ലാവരും സ്വർഗത്തിൽ പോകണം. അതിനാണ് ഈ പ്രസംഗിക്കുന്നത് ഞാനും പോകണം. നമുക്കെല്ലാം സ്വർഗത്തിൽ ഒരുപോലെ പോകണം. സ്വർഗത്തിൽ തുല്യ അവകാശമാണ് നമുക്കെല്ലാവർക്കും. അവിടെ ഒരു കാര്യമുണ്ട്, എന്നെക്കൊണ്ട് ദൈവം പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളുണ്ട്, നിങ്ങളെക്കൊണ്ട് ദൈവം പ്രതീക്ഷിക്കുന്ന പല കാര്യങ്ങളുണ്ട്. ഓരോരുത്തരുടെ സാഹചര്യം ദൈവം തന്നിരിക്കുന്ന അനുസരിച്ചാണ് ദൈവം പ്രതീക്ഷിക്കുന്നത്. നിങ്ങളെ ആക്കി വച്ചിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ ആ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുവാൻ സാധിക്കുന്ന ആ സാധ്യതകളിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. ആ സാധ്യതകളിൽ ദൈവം പ്രവർത്തിക്കുമ്പോൾ ആ ദൈവിക കൂട്ടായ്മയിൽ നിലനിന്ന് മുൻപോട്ട് പോകുവാൻ സാധിക്കണം. അവിടെ പറയുന്നുണ്ട്, എൻ്റെ പിതാവ് ദേശാന്തരിയായ ഒരു അരാമ്യനായിരുന്നു. യാക്കോബിനെ പറ്റി പറയുകയാണ്, മൈ ഫാദർ വാസ് എ വാണ്ടറിങ് അരാമ്യൻ. കറങ്ങി ഒരു ഗതിക്ക് പരഗതിയില്ലാത്ത ആളായിരുന്നു. ദൈവം അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്, അബ്രഹാമിലൂടെ അനുഗ്രഹം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മറക്കാതിരിക്കാൻ ഓർപ്പിക്കുകയാണ്. ഇന്ന് പല മേഖലകളിലും പല വേദികളിലും ഔന്നത്യം പ്രാപിച്ചവരൊക്കെ പലപ്പോഴും ആ അഹങ്കാരങ്ങൾ നമ്മളിൽ വരാറുണ്ട്. അഹങ്കാരങ്ങൾ വരുമ്പോൾ നമ്മൾക്കതിനെ അതിജീവിക്കാൻ സാധിക്കുകയില്ല. ദൈവം നിന്നെ തകർത്ത് കളയും. ദൈവം നിന്നെ ഒന്നുമല്ലാതാക്കി കളയും. അവിടെ നിനക്കുള്ളത് ലഭിച്ചത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുമ്പോഴാണ്. അപ്പോൾ അവിടെ ഇതിന് കൊടുക്കുന്നതിൻ്റെ എല്ലാ നല്ല ദാനവും തികഞ്ഞ വരവൊക്കെ യഹോവയെങ്കിൽ നിന്നാണ് വരുന്നത്. നീ ഒരു നന്മ ചെയ്താൽ ദൈവം ആർക്കും കടക്കാരനല്ല. നീ നന്മ ചെയ്യുന്നതിന് അത് പ്രതിഫലം ഈ ഭൂമിയിൽ തന്നെ ചെയ്യും. കർത്താവ് പറഞ്ഞ പ്രവൃത്തിയുടെ ഭാഗമാണ്. അതുകൊണ്ട് ഈ ഭൂമിയിൽ തന്നെ അതിൻ്റെ പ്രതിഫലം കിട്ടിയിരിക്കും. ഇനി സ്വർഗത്തിലോ അത് നമ്മുടെ ജീവിതം കൊണ്ടാണ് സ്വർഗത്തിൽ പ്രതിഫലം കിട്ടുന്നത്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അപ്പോൾ അതൊന്ന് ലഭിക്കണമെങ്കിൽ ഈ ഭൂമിയിൽ വാസസ്ഥലമുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കണമേ. ദൈവത്തിൻ്റെ കരത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്കുള്ളതിനെ എങ്ങനെയാണ് ദൈവത്തിന് സമർപ്പിക്കാൻ സാധിക്കുന്നത്? ദൈവം തന്നിരിക്കുന്ന നമ്മളുടെ ആയുസ്സ്, നമ്മളുടെ ശരീരം, ദൈവം തന്നിരിക്കുന്ന നമ്മളുടെ ഭവനം, നമ്മളുടെ കുടുംബം, ദൈവം തന്നിരിക്കുന്ന നമ്മൾക്ക് തന്നിരിക്കുന്ന സ്റ്റാറ്റസ്, അത് ഉപയോഗപ്പെടുത്താൻ സാധിക്കണം. എല്ലാവർക്കും ഒരുപോലെ കൊടുക്കാൻ സാധിക്കുകയില്ല ദൈവത്തിന്. ദൈവം ഓരോരുത്തരെയും ഓരോ കാര്യമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ഓരോ കാര്യം ഏൽപ്പിച്ചിരിക്കുന്നത്, ദൈവം എന്നെ ഈ കുരിശുമാലയിട്ട് ഒരു ബിഷപ്പായി അഭിഷേകം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ക്രൂശിൻ്റെ പണി ഞാൻ ചെയ്യണം. ക്രൂശിൽ കിടന്നവൻ്റെ പണി ഞാൻ ചെയ്യണം. ആ ക്രൂശിൽ കിടന്നവൻ്റെ പണി, അവൻ റെഡീമറാണെന്നും അവൻ ക്രിയേറ്ററാണെന്നും അവൻ നമ്മുടെ പ്രൊവൈഡറാണെന്നും മനസ്സിലാക്കുന്ന അതിലേക്ക് വളർന്നു വരുവാൻ സാധിക്കണം. അവിടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അവിടെയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മൾക്കുള്ളത് നിങ്ങൾ രണ്ടുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ. സക്കായിയുടെ ജീവിതത്തിൽ മാനസാന്തരം സംഭവിച്ചപ്പോൾ സക്കായി എന്താണ് ചെയ്തത്? ഞാൻ ആരോടെങ്കിലും ചതിവായിട്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടി കൊടുത്തുകൊള്ളാം. കാരണം ഞാൻ ചതിവായിട്ട് വാങ്ങിച്ചതൊക്കെ അവൻ ലോൺ എടുത്ത് തന്നായിരിക്കുമല്ലോ. 4 ഇരട്ടി മടക്കി കൊടുത്തുകൊള്ളാം. എൻ്റെ വസ്തുവിൽ പകുതി ദരിദ്രർക്ക് കൊടുത്തുകൊള്ളാം. പകുതി ദരിദ്രർക്ക് കൊടുക്കാൻ സാധിക്കുന്ന മനോഭാവം നമ്മളിൽ ഉണ്ടാകുമോ? നമുക്കുള്ളതിൻ്റെ പകുതി വസ്തു കൊടുക്കാൻ സാധിക്കുമോ?
നമുക്കുള്ളതിൻ്റെ ബാങ്ക് ബാലൻസിൻ്റെ പകുതി കൊടുക്കാൻ സാധിക്കുമോ? പാടാണ്. നമ്മൾ പലപ്പോഴും ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വയ്ക്കുകയാണ്. അത് നമ്മുടെ സെക്യൂരിറ്റിക്ക് വേണ്ടി, ഒരു മാൻമെയ്ഡ് സെൽഫ് സെക്യൂരിറ്റിക്ക് വേണ്ടി നമ്മളെപ്പോഴും കാര്യങ്ങൾ ചെയ്യുന്നവരാണ്. നമുക്ക് ദോഷമൊന്നും പറ്റരുത്, അതിനുവേണ്ടി കാര്യങ്ങൾ ചെയ്യും. മറ്റുള്ളവർക്കൊരു എന്നാ ദോഷം വന്നാലും കുഴപ്പമില്ല. മറ്റുള്ളവർക്ക് വല്ല ദോഷം വന്നാൽ അത് കണ്ട് എൻജോയ് ചെയ്യാൻ നമ്മൾക്ക് താല്പര്യമുള്ളവരാണ്. അത് നമ്മുടെ ഒരു ശത്രുവാണെങ്കിൽ പറയുകയും വേണ്ട. ശത്രു എന്ന് പറയുന്നത് അസൂയുള്ളവനാണ് ശത്രു. നമ്മുടെ വളർച്ചയിൽ, നമ്മുടെ ശുശ്രൂഷകളിൽ, നമ്മളുടെ മേഖലകളിൽ, നമ്മളായിരിക്കുന്ന പൊസിഷനിലൊക്കെ ശത്രുത്വമുള്ള ധാരാളം പേരുണ്ട്. അവർക്ക് നിങ്ങളെ ഒന്നും ചെയ്യാനൊക്കെയില്ല. എന്നാൽ നിങ്ങളെ നശിപ്പിക്കുന്ന പല കാര്യങ്ങളിൽ അവർക്ക് ചെയ്ത് നിങ്ങളുടെ മനസ്സും ശരീരവും ആത്മാവും ഒക്കെ നഷ്ടപ്പെടുത്താം. എന്നാൽ നിങ്ങൾക്കുള്ളതിനെ ദൈവത്തിൽ സമർപ്പിച്ച് നിങ്ങൾ ഈ ജീവിതയാത്ര തുടങ്ങുമ്പോൾ ഈ ജീവിതയാത്രയിലൂടെ വൻ വിജയങ്ങളാണ് ലഭിക്കുന്നത്. ഏറ്റവും പ്രധാനമായി ലഭിക്കുന്ന ആ സമാധാനം മാത്രമല്ല, അവൻ നൽകുന്നതായിട്ടുള്ള സമാധാനം സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനമാണ്. ഒരു ബുദ്ധിമാന്മാർക്കും ഒരു കൗൺസിലർക്കും ഒരു സൈക്കോളജിസ്റ്റിനും സൈക്യാട്രിസ്റ്റിനും ഒന്നും പറഞ്ഞു തരാൻ സാധിക്കാത്ത സമാധാനപരത്തിലുള്ള ബുദ്ധി ദൈവത്തിൻ്റെ ബുദ്ധിയിലുണ്ട്. ആ ബുദ്ധിയിലാണ് ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുന്നത്. ആ ബുദ്ധിയിൽ ദൈവം നമ്മളെ ആശ്വസിപ്പിക്കും. യോശുവ ഒരു സ്ഥലത്ത് 2 പേരെ വിട്ടു ദേശം ഉറ്റുനോക്കുവാൻ. അവർ പോയിട്ട് വന്നിച്ച് പറഞ്ഞു, അത് വലിയ സംഭവമൊന്നുമല്ല, നമുക്കവരെ തോൽപ്പിക്കാം. ഒരു 10,000-3000 പേര് പോയാൽ മതി. 3000 പേരേ പോയുള്ളൂ, പക്ഷേ തോറ്റിങ്ങ് പോന്നു. യോശുവ അനുതപിച്ചു. യോശുവയ്ക്ക് മനസ്സിലായി, ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ ആ യുദ്ധത്തിൽ ആളുകളെ നിസ്സാരരായി കാണരുത്. മറ്റുള്ളവരെ നിസ്സാരരായി കണ്ട് നീ മിടുക്കനാകാൻ ശ്രമിക്കുന്നെങ്കിൽ നീ ഒരിക്കലും മിടുക്കനാകുകയില്ല, മിടുക്കിയാകുകയില്ല. എല്ലാവരെയും ബഹുമാനിക്കുവാനും എല്ലാവരെയും ആദരിക്കുവാനും എല്ലാവരെയും സ്നേഹിക്കുവാനും സാധിക്കുന്ന ആ ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് നീങ്ങണം. അതാണിവിടെ ആ വിധവയ്ക്ക് തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് 2 വെള്ളിക്കാശിടുമ്പോൾ, 2 കാശിടുമ്പോൾ, ആ കോപ്പർ കോയിൻ ഇടുമ്പോൾ തൻ്റെ ഇല്ലായ്മയിൽ നിന്നാണ്, ഒന്നും ഉണ്ടായിട്ടല്ല. അങ്ങനെ ഒരു മനോഭാവം നമ്മൾക്കുണ്ടായിരിക്കണം. പല നല്ല പ്രസ്ഥാനങ്ങൾ കാണുന്നവരോട് ഞാൻ ചോദിക്കാറുണ്ട്, ഇതിൻ്റെ ഇൻകം എന്താണ്? അവരൊക്കെ പറയാറുണ്ട്, ഇതിനെല്ലാം ഭാരിച്ച കടങ്ങളുണ്ട്, പക്ഷെങ്കിൽ ദൈവം എന്നും നടത്തുന്നു. ഓരോ ദിവസവും ദൈവം നടത്തുന്നു. ഓരോ ദിവസവും ദൈവം നടത്തുന്ന വഴികളുണ്ട്. ഓരോ ദിവസവും ദൈവം നടത്തുന്ന വഴികളിൽ ഞാൻ പ്രതിദാനം ചെയ്യുന്ന കൊല്ലം ഡിസ്ട്രിക്റ്റ് മജോറിറ്റി ഭാഗവും അവിടെയുള്ള ധാരാളം ജനപ്പെരുപ്പമുണ്ട്. ഞാൻ എപ്പോഴും ഓർപ്പിക്കുന്ന പോലെ ഏറ്റവും കൂടുതൽ മദ്യപാനം ഇന്ത്യയിൽ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആത്മഹത്യ, പ്രത്യാശയില്ലാത്ത ജീവിതത്തിൻ്റെ മധ്യത്തിൽ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്താ ഈ ജനത്തിനു വേണ്ടി ചെയ്യുന്നത്, അത് ദൈവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ വചനപ്രഘോഷണം അതിൻ്റെ ഒരു ഭാഗമാണ്. ഫീൽഡുകളിൽ അവരോടൊപ്പം ആയിരിക്കുന്നത് അതിൻ്റെ ഒരു ഭാഗമാണ്. അവർക്ക് ഏതെല്ലാം തരത്തിൽ നന്മ ചെയ്യാൻ സാധിക്കും, ആ തരത്തിൽ നന്മ ചെയ്ത് മുൻപോട്ട് പോകാൻ സാധിക്കുന്ന അതിൻ്റെ ഭാഗമാണ്. നമുക്കുള്ളതിൽ നിന്ന് കൊടുക്കുന്നതല്ല, ഇല്ലായ്മയിൽ നിന്ന് കൊടുക്കണം. ഇല്ലായ്മയെന്ന് പറഞ്ഞാൽ അതൊന്നും ചെയ്തില്ലേലും കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഇല്ലായ്മയിൽ നിന്നും കൊടുക്കാൻ സാധിച്ചാൽ അതാണ് ദൈവം വിഭാവനം ചെയ്യുന്നത്. നിങ്ങളോടൊരു പക്ഷെങ്കിൽ ആരെങ്കിലും വന്ന് മക്കളുടെ ഫീസിനോ ഏതെങ്കിലും കാര്യത്തിനോ പണം കടം ചോദിക്കുമ്പോൾ നിങ്ങൾ അവരോട് നോ എന്ന് പറയുമ്പോൾ, നിങ്ങളുടെ പണം കിടക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ അധ്വാനം ഇതിനൊരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി ആഹ്വാനം പള്ളിയുടെ ഭാഗത്തു നിന്നോ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകുമ്പോൾ നമ്മൾ മാറി നിൽക്കുന്നത് ശരിയല്ല. അവിടെ നമ്മൾക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും ആ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കണം.
ആ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്ത് മുൻപോട്ട് പോകുവാൻ നമ്മൾക്ക് സാധിക്കണം. അവിടെയാണ് നമ്മുടെ ആ ക്രിസ്ത്യൻ ഗിവിങ്ങിൻ്റെ ആ സ്റ്റാറ്റസ്, അവിടെയാണ് ആ ക്രിസ്ത്യൻ ഗിവിങ് പൂർണ്ണമാക്കപ്പെടുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു നാഴിക നടക്കാൻ പറഞ്ഞാൽ 7 നാഴിക നടക്കാനായിട്ട് സാധിക്കണം. ഒരാൾ തെറ്റ് ചെയ്താൽ 7 വട്ടം വീഴിച്ചാൽ മതിയോ എന്ന് ചോദിക്കുമ്പോൾ യേശു പറയുന്ന 70 വട്ടം, 7 അല്ല 70 വട്ടം ക്ഷമിക്കാൻ നമുക്ക് സാധിക്കണം. ഇതൊക്കെ നമുക്ക് സാധിക്കുന്നെങ്കിൽ മാത്രമേ നമ്മുടെ കോൺട്രിബ്യൂഷൻ കർത്താവിന് വേണ്ടിയാവുകയുള്ളൂ. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നെങ്കിൽ, അവനോ വളരണം ഞാനോ കുറയണമെന്ന മനോഭാവത്തോടുകൂടി യോഹന്നാൻ സ്നാപകൻ ജീവിച്ചതുപോലെ ജീവിക്കാൻ സാധിക്കണം. ആ മരുഭൂമിയിലെ ജീവിതത്തിൽ പ്രത്യേകതരം ഡ്രസ് കോഡും പ്രത്യേകതരം രീതിയിലും യോഹന്നാൻ സ്നാപകൻ ജീവിച്ചു. യോഹന്നാൻ സ്നാപകനെപ്പറ്റി യേശു പറയുന്നത്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല എന്ന് പ്രകീർത്തിക്കുമ്പോൾ പൂർണ്ണമായി നൽകപ്പെടുക ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം നമ്മൾക്ക് ഹൃദയസ്ഥമാക്കാൻ സാധിക്കണം. അതെവിടെയാണ് ഹൃദയസ്ഥമാക്കുന്നത്? പരിശുദ്ധാത്മാവിൽ അത് ഹൃദയസ്ഥമാക്കാൻ സാധിക്കണം. പരിശുദ്ധാത്മ ശക്തിയിൽ അത് ഹൃദയസ്ഥമാക്കാൻ സാധിക്കണം. നമുക്കുള്ളതിനെയും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി അതിനെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് 2024 ഇപ്രകാരമുള്ള ഒരു നന്മയുടെ വർഷമാക്കി തീർക്കാൻ സാധിക്കുമോ? നന്മയുടെ അനുഭവം നമ്മളിൽ നിന്ന് പുറപ്പെടട്ടെ. നന്മയുടെ അനുഭവം നമ്മളിൽ നിന്ന് പുറപ്പെടുമ്പോൾ നമ്മളൊരു പ്രകാശ മനുഷ്യനായിത്തീരും. വെറും മരം മനുഷ്യരുണ്ട്, അവരവർ തന്നെ വളരുക, അവർക്കുള്ളവരെ മാത്രം വളർത്തുക. അത് ദൈവത്തിന് വിരോധമാണ്. അല്ലെങ്കിൽ കല്ല് മനുഷ്യരുണ്ട്, ഉറച്ച കല്ല, യാതൊരു റെസ്പോണ്ടും ആരോടുമില്ല, ആരുടെ സ്നേഹവും വേണ്ട, ഇവിടുന്ന് ആരും പ്രതീക്ഷിക്കുകയും വേണ്ട. മൃഗീയ മനുഷ്യരുണ്ട്, ചുമ്മാതെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന മൃഗങ്ങളുടെ സ്വഭാവം. പരസ്പരം കണ്ടാൽ ദേഷ്യമാണ്, പരസ്പരം കണ്ടാൽ സ്നേഹമില്ലായ്മ, മൃഗീയമായിട്ടുള്ള അവസ്ഥയുള്ളവരുണ്ട്. അപ്പോൾ ഈ അവസ്ഥകളിൽ വെളിച്ചത്തിൻ്റെ മകനാണെങ്കിൽ മാത്രമേ ലോകത്തിന് വെളിച്ചം കൊടുക്കാൻ സാധിക്കൂ. ലോകത്തിന് വെളിച്ചം കൊടുക്കാൻ സാധിക്കുന്ന അവിടെയാണ്. ആ വെളിച്ചത്തിൻ്റെ മക്കളായി ശോഭിക്കാൻ സാധിക്കണം. വെളിച്ചത്തിൻ്റെ മക്കളായി ശോഭിക്കുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും ദൈവം തമ്പുരാൻ കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്ന ഈ വിവിധങ്ങളായുള്ള ഈ ശുശ്രൂഷകളിൽ ഭാഗവാക്കാകുമ്പോൾ ഇതിലൂടെ ദൈവശബ്ദം കേട്ടിട്ട് ഒരു മാറ്റം സംഭവിക്കാൻ സാധിക്കണം. എന്നുമെന്നും ധാരാളം പ്രസംഗങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ട്. ഈ TV ചാനലുകളിലൂടെ, എല്ലാ ക്രൈസ്തവ ചാനലിലൂടെ ധാരാളം ആശയങ്ങൾ വേദപുസ്തകം ഒരുപക്ഷെങ്കിൽ ഇന്ന് വേദപുസ്തകം വായിക്കുന്നതിന് ആർക്കും പ്രയാസമുണ്ടാകുകയില്ല. കാരണം ആ ഒരു ശക്തി അവർക്ക് ഭാഷ ലഭിച്ചിട്ടുണ്ട്, വായിക്കാനുള്ള മടിയും മാറിയിട്ടുണ്ട്. പണ്ട് കാലത്തത് വായിക്കാൻ ആളില്ല, നാണമാണ് വായിക്കാൻ. അത് 2 വലിയ പവിത്രതയാണ് വായിക്കുവാൻ. അത് വളരെ പവിത്രമായി നിൽക്കുന്ന ഒരാളിന് മാത്രമേ ആ പവിത്രമായ ആ കാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവജനത്തോട് ഓർപ്പിക്കുവാനുള്ളത്, നമ്മൾ പൂർണ്ണമായി ദൈവസന്നിധി ശരണപ്പെട്ട് ദൈവത്തിനുള്ളത് ദൈവത്തിന്, കൈസർക്കുള്ളത് കൈസർക്ക്, ദൈവത്തിനും കൈസർക്കുമുള്ളത് മറിക്കല്ലേ. അതുകൊണ്ട് സമ്പാദ്യങ്ങളും മറ്റ് ബാങ്ക് ബാലൻസുകളും അതിനെ ആശ്രയം വയ്ക്കരുത്. അതെപ്പോഴും എന്തും സംഭവിക്കാം. എത്ര വലിയ ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിലും ഒരു ചെറിയ രോഗത്തിനുള്ളതേ ഉള്ളത്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നിങ്ങളുടെ ജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരട്ടെ. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. വിശേഷിച്ച് ഈ വചനത്തിലൂടെ തീരുമാനങ്ങൾ എടുത്ത് മുൻപോട്ട് നീങ്ങുവാൻ എല്ലാ പ്രിയപ്പെട്ടവർക്കും സാധ്യമാക്കി തീർക്കണമേ. ദൈവമേ, ഈ വചനത്തിൻ്റെ എല്ലാ ചുമതലകളും ഏറ്റെടുത്ത് ചെയ്യുന്ന ബ്രദർ ഡോക്ടർ മാത്യൂസ് വർഗീസ് എങ്കിലിനെയും കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വേർഡ് ടു വേർഡിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ വിഭാഗം ആളുകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് എല്ലാവരും വഴി നടത്തട്ടെ.
പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എല്ലാവരിലും വഴി നടത്തണമേ. ഈ വചനത്താൽ നിൻ്റെ മക്കൾ അനുഗ്രഹം പ്രാപിക്കട്ടെ, ശക്തി പ്രാപിക്കട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം തന്നെ ആമീൻ. ഗോഡ് ബ്ലെസ് യു.